എല്ലാവരും കൂടെ ഇവിടെ സംസാരിച്ചിരിക്കേ, ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ആ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുക? എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നീ ഇട്ട കെമിക്കൽ കാരണം ഇപ്പൊ പുതിയതായിട്ടൊരു ഗ്യാസ് ഫോം ആയിരിക്കാണ്. ശ്വാസം കിട്ടുന്നില്ല. വേണ്ട, വിട്ടേക്ക് വിട്ടേക്ക്. ഞങ്ങൾ നാളെ രാവിലെ മുത്തശ്ശൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ തുറക്കാം. ഗ്യാസ് എല്ലാം പുറത്തു പോയി. കഴിഞ്ഞു. ഇങ്ങതാ, ഞാനത് ഊതിത്തരാം. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇത് നമ്മുടെ പാർട്ടിയല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യാന്നേ. ശരിയെന്നാ, ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ട്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ താഴെ എന്തെടുക്കാണ്? കഴുതേ, നീ കാരണമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇനി ജോലിയൊന്നും കൊടുക്കരുത്. എടാ മരമണ്ടനായ മരമാക്രി, ഇനി നീ ഒരു ജോലി എടുക്കരുത്. ജോർദാറെ, ഇതെടുക്കടാ. പതുക്കെ സൂക്ഷിച്ചു കൊണ്ടുപോക. ഇല്ല, എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വിട്. വൈകിട്ടുള്ള പാർട്ടിക്ക് എല്ലാം റെഡിയാണ്. കഴിക്കാനുള്ള സാധനങ്ങളും തയ്യാറാണ്. ഐസ് കുറവാണ്, അത് വാങ്ങിട്ട് വരും. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. കിറ്റി, അത് വാങ്ങിട്ട് വരും. നീ കലക്കി. ഓ, എന്റെ ബൈക്ക്. എന്താണ് നീ കാണിക്കുന്നത്? തന്ന പണിക്ക് തിരിച്ചു പണി. പറയണ സാർ, പിള്ളേർക്കെന്നും പുതിയ ഫാഷനാ. അമ്മാവൻ ഔട്ട് ഓഫ് സ്റ്റേഷനാ, നാളെ വരും. അടികൈ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ താമസിച്ചോ. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ, ഞാൻ മിണ്ടാ സോഫയിൽ ഇരുന്ന് മര്യാദക്ക് ടി വി കണ്ടോളാം. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഈ കാണിക്കുന്നത്? ഇവനാണ് തുടങ്ങി വെച്ചത്.
കിറ്റി ഞാനൊന്ന് വാമപ്പ് ചെയ്തോട്ടെ, പിന്നീട് ഞാൻ കളി തുടങ്ങാം. എനിക്ക് കളിക്കണ്ട. എന്നാ നീ ഒരിടത്ത് പോയി അടങ്ങിയിരിക്കേ. നീ എന്താണ് ഈ കാണിക്കുന്നത്? Warm up. ആരാണ് എന്നെ തല്ലിയത്? സോറി. നിന്നെ ഞാൻ, എന്നോടാണോ നിന്റെ കളി? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. സണ്ണി മതിയാക്ക്. ഐസ് എവിടെ നിന്നായിരിക്കും കിട്ടുക? അകത്ത് പോയി നോക്കാം. ഐസ് വണ്ടിയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞു, കൊണ്ടുവയ്ക്കോ. ഐസ് കിട്ടിപ്പോയി. ആ? ഐ, രക്ഷിക്കണേ. ഐ, ആഹാ. എന്തായി കാണിക്കുന്നത്? നിങ്ങൾ ജോലി ചെയ്യുമ്പോ നോക്കി ചെയ്യുന്നില്ലേ? എന്തുമാത്രം നഷ്ടം ഉണ്ടായത്? തനിക്ക് എന്താ ഇവിടെ കാര്യം? സോറി. എത്രയാ വേണ്ടേ? ഐസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇടോ, എത്രയാ വേണ്ടത്? ആരാ ഇത് ചെയ്തേ? രക്ഷിക്കണേ, രക്ഷിക്കണേ. എല്ലാരും മാറിപ്പോയിക്കോ, ഇത് നിർത്താൻ പറ്റില്ല. രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. കഴുതേ, നീ എന്തായി കാണിച്ചത്? ഞാനൊന്നും തന്നെ കാണിച്ചില്ല, അത് തന്നെത്താൻ നടന്നോണ്ടിരിക്കുക. ഇപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു. വാവ്, കിട്ടി.
സണ്ണി, നീ വീണ്ടും ഞങ്ങളെ വൃത്തികേടാക്കിയല്ലേ? യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. കിറ്റി, കിറ്റി എങ്ങോട്ടാ പോകുന്നേ? കിറ്റി എന്നോടൊപ്പം ലഞ്ചിലേക്ക് വരികയാണ്. എന്നാൽ നീ ഞങ്ങളോടൊപ്പം സിനിമ കാണാൻ വരികയായിരുന്നില്ലേ? നീ തീർച്ചയായും ഞങ്ങളോടൊപ്പം തന്നെ വരണം. കിറ്റി എന്നോടൊപ്പമേ വരുള്ളൂ. എന്റെ അടിയന് തല്ലുന്നോ നീ? അത്രയ്ക്ക് അഹങ്കാരിയായ നീ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആ ബണ്ണി എവിടെ പോയി? നിന്റെ പുറകെ തന്നെ ഉണ്ട്. രണ്ടുപേരും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മളെ രണ്ടുപേരും ഒട്ടിപ്പിടിച്ചിരിക്കുക. വീട്ടിൽ വരുന്നവരെ ചെയ്യണം വെൽക്കം. വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഈ ഗം. അടികൈ. ഇത് എന്ത് ഗമ്മാണ്? ഞങ്ങൾക്ക് വേർപെടാൻ കഴിയുന്നില്ലല്ലോ. ഇതെന്റെ അമ്മാവന്റെ സ്പെഷ്യൽ ഗമ്മാണ്. ഇതിൽ ഒട്ടിപ്പിടിക്കുന്ന സാധനം അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സൊല്യൂഷൻ കൊണ്ടേ വേർതിരിക്കാൻ പറ്റൂ. സണ്ണി, ബൈക്ക് നിർത്ത്. ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് തല കറങ്ങുന്നു. മിണ്ടാതെ ഇരിക്കുന്നത് നല്ലതാ. ഞാൻ വണ്ടി ഓടിക്കാം, പുറകിലിരിക്ക. സൈക്കിൾ ഓടിക്കുന്ന നിനക്ക് ബൈക്ക് ഓടിക്കാൻ ആഗ്രഹമല്ലേ? ഇന്ന് ചാൻസ് കിട്ടിയിരിക്കുക പഴയ കണക്കുകളൊക്കെ തീർക്കാനായിട്ട്. പക്ഷെ എന്താ ചെയ്യാ? ആ പുല്ല്, ഇനിയാണ് തമാശ. നല്ല രസമുണ്ടല്ലേ? എങ്ങനെ സന്തോഷിക്കാന്ന് ഇവൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എന്റെ പെയിന്റ്. ഇല്ല. എന്താ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ടോ? എന്തെടുത്തോണം നിന്റെ കളി? എന്റെ പെയിന്റ് മുഴുവൻ കളഞ്ഞു. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നീ നോക്കിക്കോ, എനിക്കൊരു അവസരം കിട്ടും. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ മാല വന്ന് നമ്മുടെ കഴുത്തി വീണു. കുറച്ച് കഴിയുമ്പോ നമ്മുടെ ഫോട്ടോയിൽ ഈ മാല വീഴും. വെപ്രാളത്തിൽ നീ മറന്നു പോയതാ. നിനക്ക് പറക്കാൻ കഴിയും, വേഗം പറക്ക്. അത് പറ്റില്ല. വിഷമത്തിലിരിക്കുന്ന കൂട്ടുകാരെ വിട്ട് പോകാനായിട്ട് ഞാൻ സെൽഫിഷ് ഒന്നുമല്ല. സംശയമുണ്ടോ? വഴി പൂട്ടി. കഴുതേ, എല്ലാം തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതിന്റെ ഇടയ്ക്ക് പൂട്ടി വെച്ചിരിക്കുന്നത് നീ എവിടെയാ കണ്ടേ? കഴുതേ, മുന്നിൽ നോക്ക്. റെയിൽവേ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മൾ എത്തിച്ചേർന്നു. സംശയമുണ്ടോ? കൊള്ളാം, എത്ര മനോഹരമായ സ്ഥലം. എത്ര ഫ്രഷ് എയർ ആണ് ഗ്രാമത്തിൽ കിട്ടുന്നത്. ഇതെന്റെ മുത്തശ്ശന്റെ ഗ്രാമമാണ്. സംശയമുണ്ടോ? കൊച്ചളിയാ, എനിക്ക് വിശക്കുന്നു. 4 വശം ആഹാര സാധനങ്ങളല്ലേ, പറിച്ചു കഴിച്ചോ. തൊട്ടുപോകരുത്. എന്റെ തോട്ടത്തിൽ വന്ന് മോഷ്ടിക്കുകയാണോ?
തല ഞാൻ തല്ലി പൊട്ടിക്കും. ഓടിക്കോ, ഇയാള് തോട്ടത്തിന്റെ മുതലാളിയാണെന്ന് തോന്നുന്നു. ഓടിക്കോ. വേഗം വാ, ഇതിനകത്ത് ഒളിക്കാം. പിന്നെ അയാൾക്ക് കാണാൻ കഴിയില്ല. എങ്ങോട്ടാ പോയത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. വേഗം ഓടിക്കോ. ചേട്ടായി, ഞങ്ങളെ രക്ഷിക്ക്. ഒരു വയസ്സൻ കയ്യില് വടിയുമായിട്ട് ഞങ്ങളെ തല്ലാൻ വേണ്ടി വരിക. അത് ഞാൻ തന്നെയാടാ. തോട്ടത്തിൽ കയറി മോഷ്ടിക്കുന്നോ? നീ പോപ്പറ്റല്ലേ? നമ്മുടെ ഗ്രാമത്തലവന്റെ അനന്തരവനല്ലേ നീ? അതെ, സംശയമുണ്ടോ? എടാ മോനെ, നീ ഇവിടേക്ക് വന്നിട്ട് കുറെ ആയല്ലോ. ഇന്നാ കഴിച്ചോ, എല്ലാം കഴിച്ചോ. നീ നമ്മുടെ മുത്തല്ലേ, കഴിച്ചോളൂ കഴിച്ചോളൂ. താങ്ക് യു. എനിക്ക് ഒന്നുകൂടി തരുമോ? അങ്ങ് ഒരുപാട് ഓടിച്ചതുകൊണ്ട് എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഈ രാക്ഷസൻ ആള് കൊള്ളാലോ. ഉണ്ണിയപ്പം കഴിക്കുന്നോ? മുത്തശ്ശ, എനിക്കെന്തോ ഇതിനകത്ത് സംശയം തോന്നുന്നു. ആഹാരം കൊണ്ടുവരാൻ എന്താണ് ഇത്ര താമസം? രാക്ഷസന് ദേഷ്യം വന്നിരിക്കുകയാണ്. തീ തുപ്പുന്നത് കണ്ടില്ലേ? വേഗം ആഹാരം കൊണ്ടുപോയിക്കോ, സമയം കളയരുത്. വേഗം ആഹാരം കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരും. വേഗം വാ, വേഗം വേഗം പോവാൻ നോക്ക്. ഓടിക്കോ, ഓടിക്കോ, അയ്യോ. വേഗം എല്ലാരും വീട്ടകത്തേക്ക് പോ, വീട്ടകത്തേക്ക് പോ. രാക്ഷസന് ഉടനെ ആഹാരം കൊണ്ടുപോകണം. ഇത്രയും ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഈ പോപ്പറ്റ് ആവശ്യമില്ലാതെ ഒരു രാക്ഷസനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കോ. എന്തൊക്കെ സംഭവിക്കുമെന്തോ. പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തീർച്ചയായും സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരുടെ കാര്യം തീർച്ചയായും പോക്കാം. സംശയമുണ്ടോ? കുട്ടികളെ, ഞാൻ ആദ്യം ആ രാക്ഷസന് ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് രുചികരമായ ആഹാരം ഉണ്ടാക്കി തരാം, കേട്ടോ? ശരി. ഇത്രയും പേരെ വന്നുള്ളൂ, ബാക്കി ആരും പേടിച്ചിട്ട് വന്നില്ല. പേടിത്തൊണ്ടന്മാര്. ഇത്രയും പേടിത്തൊണ്ടന്മാര് ഒരു ഗ്രാമത്തിൽ എങ്ങനെ വന്നത്? നീ ജോലിയുടെ കാര്യം മാത്രം നോക്ക്. നിങ്ങളൊക്കെ പിന്നീട് വന്നാ മതി. ആദ്യം ഞങ്ങൾ പോകാം. ആ വലിയ മരത്തിന് താഴെ ആഹാരം കൊണ്ടുവച്ചാ മതി. രാക്ഷസൻ ചേട്ടാ, ഞങ്ങൾ ആഹാരം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പുറത്ത് വെച്ചാൽ മതി. ഞങ്ങൾ അങ്ങയെ കാണാൻ വേണ്ടിയാ വന്നത്. ഇവിടുന്ന് പൊയ്ക്കോ, എനിക്കാരെയും കാണണ്ട. പോകാൻ, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും തിന്നും. തിന്നോളൂ, ആഹാരം നിങ്ങൾക്കുള്ളതാണ്. കഴുതേ, നീ വിളിച്ചു പറയൊന്നും വേണ്ട. ആഹാരം ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാൻ നോക്ക്. വേഗം വാ, ശബ്ദമുണ്ടാക്കാതിരിക്ക. ആഹാരം തനിയെ ഗുഹയ്ക്കകത്ത് പോവാണ്. അയാള് രാക്ഷസൻ തന്നെയാ. താഴെ നോക്ക്, ആ കല്ലിന്റെ താഴെ ട്രോളിയാണ്. കഴിക്കരുത്, അത് രാക്ഷസന്റെ ആഹാരമാണ്. അദ്ദേഹത്തിന് ദേഷ്യം വരും. ഒരിക്കലും വരില്ല, കാരണം ആ രാക്ഷസൻ ഇയാളാണ്. ആരാ നിങ്ങള്? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പോകാം, എന്നാൽ ഞങ്ങളുടെ കൂടെ നീയും വരണം പോലീസ് സ്റ്റേഷനിലേക്ക്. സംശയമുണ്ടോ? എന്നെ പിടിക്കാൻ വന്നാണോ? വാ വാ, വന്ന് പിടിക്കേ പിടിക്കേ, ഓടി വന്ന് പിടിക്കേ, പിടിച്ചോ. എല്ലാവരും ഒരുമിച്ച് ആക്രമിക്കാം. ഞങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു, ഇനി രക്ഷയില്ല.
വേഗം അവനെ കെട്ടിയിടാൻ വാ. കൊള്ളാം മക്കളെ, നിങ്ങൾ കാരണമാണ് ഇവനെ പിടികൂടാൻ കഴിഞ്ഞത്.